വെറുതെ അതിനിടയ്ക്ക് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സർവേ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രതികരണം എന്താണെന്ന് പറയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണെന്നാണ് എന്റെ ഒരു തോന്നൽ. കാരണം അവർ തന്നെ പറഞ്ഞത് 69 കഴിച്ചാൽ പിന്നെ 70-ലേക്ക് 1, പിന്നെ ഭൂരിപക്ഷത്തിൽ 1, 2 സീറ്റിന്റെ വ്യത്യാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 2 വോട്ടിന്റെ അല്ലെങ്കിൽ 2 സീറ്റിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ഒരു 5ഓ 8ഓ സീറ്റ് മാറുന്നൊരവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിലേക്ക്. എക്സിറ്റ് പോളുകൾ തള്ളുന്നില്ല. ഈ എക്സിറ്റ് പോൾ തള്ളേണ്ട കാര്യം ഞാൻ തള്ളിയതുകൊണ്ടോ തള്ളാതിരുന്നുകൊണ്ടോ എക്സിറ്റ് പോൾ ഇല്ലാണ്ടിരിക്കുമോ? അതിലുള്ള വസ്തുതയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കും എന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ചില ആളുകൾ രഹസ്യമായിട്ട് പറയുകയാണത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതാണ്. എന്താ കാരണം? ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന രീതിയിൽ 1ാം സ്ഥാനത്ത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? എങ്ങാനും പ്രതിപക്ഷത്ത് പോയാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭരണത്തിൽ തന്നെ വരാൻ പോവാണ്. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇല്ലാതെ വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയില്ല. ഇല്ലില്ല, ജനറൽ ചോദ്യത്തിന് ഞാൻ ഇതും പറയുന്നില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കാൻ പോവാം. പോരെ? സെക്രട്ടറി 6-ാം തീയതി അത് പിന്നീട് തീരുമാനിക്കും. മുഖ്യമന്ത്രി അവിടെ തീരുമാനിക്കാമോ? ഞാൻ അത് തീരുമാനിക്കും. ഉറപ്പായിട്ട് തീരുമാനിക്കാം.